ആദ്യ മത്സരത്തിൽ ഗോളുകൾ അടിച്ചപ്പോൾ ലോകകപ്പിലെ ജോയിന്റ് ടോപ്പ് സ്കോർ ആയിരുന്നെങ്കിൽ ഇന്ന് ഗോളുകൾ അടിക്കുമ്പോൾ ജോയിന്റ് ഒന്നുമല്ല, ഒറ്റയ്ക്ക് മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഒരു പെനാൽറ്റി മിസ്സാക്കുന്നു, പകരം അടിക്കുന്നത് 2 കിടിലൻ ഗോളുകളാണ്. ഇന്ന് 39 വയസ്സാവുകയാണെന്ന് ഈ മനുഷ്യൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഗൈസ് 2-0 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് വിജയിക്കാൻ സാധിച്ചത്. അൾജീരിയ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഓസ്ട്രിയ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ ടീമാണ്. നമുക്കറിയാമല്ലോ അവരുടെ പരിശീലകൻ ആരാണെന്നുള്ളത്, സാക്ഷാൽ റാൾഫ് റാഗ്നിക് ആണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു ഫിസിക്കൽ ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രസ്സിംഗ് ഗെയിം ആണെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. റീസെൻ്റ്ലി അവരുടെ റിസൾട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫായിട്ടുള്ളൊരു ഗെയിം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു പെനാൽറ്റി ലഭിക്കുകയാണ്. ലൗട്ടറോനെ ഫൗൾ ചെയ്തിട്ടുണ്ടതിൻ്റെ പേരിലാണ്. ആ ഒരു ഗോളോടുകൂടി മെസ്സി ഈ പറഞ്ഞ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഗോൾ മിസ്സാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പെനാൽറ്റി മിസ് ചെയ്തതിൻ്റെ പേരിൽ മെസ്സിക്ക് കുറേ കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വരുമെന്ന് അർജന്റീന ഫാൻസ് അടക്കം ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ പേടിയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് അദ്ദേഹം 2 കിടിലൻ ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ്. അതും ആ ആദ്യത്തെ ഗോൾ, വാട്ട് എ ബാങ്ക്, അത് ഒരു കിടിലൻ ഗോൾ തന്നെ. മെദീന ലെഫ്റ്റിലൂടെ റൺ നടത്തിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഉഗ്രൻ പാസ്സാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അൽമാഡയ്ക്ക് ആ ഒരു ഷോട്ട് ഉതിർക്കാമായിരുന്നു, പക്ഷേ ബ്രില്യൻ്റ് ആയിട്ട് അത് ലീവ് ചെയ്യുകയും മെസ്സിയുടെ ഒരു ടിപ്പിക്കൽ നമ്മൾ കാണാറുള്ള ഒരു ഗോൾ തന്നെ, ഒരു ബാങ്കർ തന്നെ അടിക്കുന്നു. അങ്ങനെയാണ് 1-0 എന്ന് പറയുന്നൊരു നിലയിലെത്തുന്നത്. അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയയുടെ ചില ശ്രമങ്ങൾ, അവർ കുറച്ചും കൂടി ഗോളിന് വേണ്ടിയുള്ളൊരു ഹങ്കറൊക്കെ കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഡിഫെൻസീവ്ലി പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ അർജന്റീനയെ പറ്റി പറയുമ്പോഴത്തേക്കും ഡിഫെൻസീവ്ലി അങ്ങനെ ഏത് ടീമിനും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഡിഫൻസ് അല്ല. പക്ഷേ ഈ അർജന്റീനയ്ക്കെതിരെ ഗോൾ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു താരത്തിനൊരു ഇത് പറ്റിയാൽ അവിടെ കവർ ചെയ്യാൻ മറ്റ് താരങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ കാണുന്ന അർജന്റീനയുടെ ഒരു പ്രത്യേകത തന്നെയാണിത്. ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ ഓസ്ട്രിയയ്ക്ക് ഒരേ ഒരു ഷോട്ട് മാത്രമാണ് ടാർഗറ്റിലേക്ക് ഉയർക്കാൻ പറ്റിയത്. അത് സത്യം പറഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഉഗ്രൻ സേവോടുകൂടി രക്ഷപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതാണ്. അൽവാറസ്, നിക്കോളാസ് ഒറ്റമെൻഡി ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് ഇപ്പം പ്രത്യേകിച്ച് പ്രതിരോധത്തിൽ ഒരു ചേഞ്ചസ് ഒക്കെ നടത്തിയത്. കാരണം അവർ കൂടുതൽ വീര്യത്തോടു കൂടി കളിക്കുക എന്ന് പറയുന്നത്, കാരണം അവർക്കെതിരെ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അത് പിടിച്ചു വയ്ക്കാൻ സാധിച്ചു. അവസാന നിമിഷം 1-0 മാത്രം അവസാനിക്കുമെന്ന് തോന്നിച്ചിട്ടുള്ള ആ ഒരു നിമിഷം മെസ്സിയുടെ ഒരു ഉഗ്രനായിട്ടുള്ളൊരു ഗോളാണ്. അത് മെസ്സിയുടെ ഒരു കൗണ്ടർ സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടിപ്പിക്കൽ അർജന്റീന ടൈപ്പ് ഗോളെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ വന്നു, അത് ഉഗ്രനായിട്ട് ഹൂലിയൻ അൽവാറസിന് പാസ് കൊടുത്തു. പക്ഷേ അത് അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അവിടെ മെസ്സി എത്തുന്നു. മെസ്സിയുടെ ആദ്യത്തെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി പോസ്റ്റർ പോലും കറക്റ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും അതൊരു കിടിലൻ ഗോളാക്കി മാറ്റാൻ സാധിച്ചു. ബിക്കോസ് ഈസ് മെസ്സി എന്നുള്ളതാണ് അതിനുള്ളൊരു ഉത്തരം. 2 മത്സരങ്ങളിൽ 5 ഗോളുകൾ, അതും തൻ്റെ 39ാമത്തെ വയസ്സ് തികയുന്ന ആ ഒരു ദിവസം. എന്താ പറയുക ഈ മനുഷ്യനെ പറ്റി എന്നുള്ളത് ഇനിയും പറയാൻ കഴിയുന്നില്ല. എനിവേ അർജന്റീന അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടിയുണ്ട്. ഇനിയിപ്പം ജോർദനെതിരെയാണ് മത്സരം. ഈ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാം, 1ാം സ്ഥാനക്കാരായിട്ട് തന്നെ ഉറപ്പിക്കാം എന്ന് പറയുന്നൊരു സാധനം. എനിക്കൊന്ന് ഇപ്പം തന്നെ ഏറെക്കുറെ 1ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ അവരുടെ പ്രസ്സിങ്ങും അല്ലെങ്കിൽ ഫിസിക്കൽ ഗെയിമും കൊണ്ടൊക്കെ പിടിച്ചു നിർത്താൻ അർജന്റീനയെ ശ്രമിച്ചെങ്കിലും സ്കലോനിയുടെ തന്ത്രങ്ങളും മെസ്സിയുടെ പ്രവർത്തനങ്ങളും ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും അർജന്റീനയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ്?